ഇടുക്കി കജനാപ്പാറയിൽ മകന്റെ മർദ്ദനത്തിൽ 84-കാരന് ഗുരുതരമായി പരിക്ക്. CPM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവും രാജകുമാരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ S. ആണ്ടവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ രീതിയിൽ മകന്റെ ഭാഗത്തു നിന്നും വലിയൊരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന് കാരണം? ഇയാളുടെ ആരോഗ്യനില എന്താണ്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മകൻ മണികണ്ഠൻ ഇന്നലെ മദ്യപിച്ചെത്തി യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ മർദ്ദനം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിനുള്ളിൽ ആദ്യം ബഹളമുണ്ടാക്കുകയും പിന്നീട് വീടിനകത്തുണ്ടായിരുന്ന ടേബിൾ ഫാനും അതുപോലെ തന്നെ ഫ്ലാസ്കും എടുത്ത് ഈ ആണ്ടവരെ ഗുരുതരമായി മർദ്ദിച്ചു. തലയ്ക്കാണ് പരിക്കേറ്റത്. പിന്നീട് വീട്ടിൽ ചോര വാർന്നു കിടന്നിരുന്ന ഈ ആണ്ടവരെ ബന്ധുക്കളാണ് തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്ന് പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ മധുരയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ആണ്ടവർ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. നിലവിൽ ഈ മകൻ മണികണ്ഠനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുതിർന്ന ഒരു CPM നേതാവാണ്, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെയാണ്. ഇത്തരത്തിൽ ഈ ആക്രമണത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. യാതൊരു പ്രകോപനവും ഇല്ല എന്നുള്ളതാണ് ഈ കാരണത്തിന് പ്രധാനമായും മകൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.